ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയില് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒന്ന് രണ്ട് വീഡിയോസ് ആയിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഹെയർ കെയറും ഹെയർ സ്റ്റൈലും ഒക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വ്യൂവറുടെ കയ്യിൽ നിന്ന്, അതായത് ഒരു പെർട്ടിക്കുലർ വ്യൂവറുടെ കയ്യിൽ നിന്ന് ഒരു സജഷൻ വന്നിരുന്നു. അതായത് ഹെയർ അപ്ഡു ചെയ്യാമോ എന്ന് വെച്ചിട്ട്, ഒന്ന് രണ്ട് സ്റ്റൈല് ചെയ്യാമോ എന്ന് വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് രണ്ട് സ്റ്റൈൽ ആക്കണ്ട, ഒരു 10 സ്റ്റൈൽ കാണിച്ചു കൊടുക്കാമെന്ന്. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അല്ലെ. അപ്പൊ ഫോർമൽസിന്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷന് പോകുമ്പോൾ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റിയത്, അങ്ങനെ ഡിഫറെന്റ് ഇതിൽ നമ്മൾ ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്നുണ്ട്, അതായത് ഹെയർ അപ്ഡു ചെയ്യുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വ്യൂവറുടെ സജഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലും എന്താ പറയാ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മേക്കപ്പ് ആയിക്കോട്ടെ, ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമ്മൾ അത് എന്തായാലും വീഡിയോ ആക്കുന്നതായിരിക്കും. അപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്താന്ന് നോക്കാം അല്ലെ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളുടെ ഫസ്റ്റത്തെ ഹെയർ അപ്ഡൂലേക്ക് പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹെയറിൽ എന്തെങ്കിലും നോട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഹെയർ നോട്ട്സ് ഒന്നും ഇല്ലെന്നാ തോന്നണേ. അങ്ങനെ കെട്ടൊന്നും ഇല്ലാതെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ നോട്ട്സ് ഒക്കെ കളഞ്ഞു വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ പറയാ, ഈ ഹെയറിനെ 2 പാർട്ടായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ 6 പോലെ എന്താ പറയാ പാർട്ടീഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 6 പോലെ പാർട്ടീഷൻ എടുത്തിട്ട് നമുക്ക് 2 ഇതായിട്ട് കെട്ടാം. അപ്പൊ എന്താന്ന് വെച്ചാല് നിങ്ങൾക്കത് ഞാൻ ലാസ്റ്റ് പോർഷനിൽ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഞാൻ 6 ആയിട്ട് എടുക്കുന്നതെന്നുള്ളത് ലാസ്റ്റ് പോർഷനിൽ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് അനക്കത് വെച്ചു ഇത് കുറച്ച് ബാക്കിലേക്ക് വരുന്ന പോലെ നമുക്ക് ഇവിടെ ഈ ഒരു പോണിറ്റെയിൽ കെട്ടാം. സൈഡ് പോണി ഇങ്ങനെ ബാക്കിലേക്ക് വരുന്ന പോലെ കെട്ടാം. എന്നിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള നമ്മുടെ ബാൻഡാണ്, ഹെയർ ബാൻഡാണ്. അത് 2 കെട്ടായിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ 2 കെട്ടായിട്ട് ഇട്ടു, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ ഒരു പോണിറ്റെയിൽ കെട്ടാണ്. അത് നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടീഷൻ ഫ്രണ്ടിൽ എടുക്കാം കേട്ടോ. ഞാൻ ഫ്രണ്ടിലത്തെ പാർട്ടീഷൻ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് ഇത്ര അധികം ഹെയർ അപ്ഡൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലത്തെ പാർട്ടീഷൻ അങ്ങനെ കാണിക്കാത്തത്. അപ്പം അങ്ങനെ എന്നിട്ട് നമുക്ക് ഇവിടെയും കൂടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എടുത്തു. എന്നിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഇവിടെയും ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 തവണ ഇങ്ങനെ ചെറുതായിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ഈ ഒരു ഹെയറിന്റെ ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു അപ്ഡൂന്റെ ബേസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹെയർ ബാൻഡ് കുറച്ച് ബാക്കിലേക്ക് ആക്കിയ ശേഷം ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കി, കണ്ടോ? ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇത് അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുന്നു, കണ്ടോ? എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ടൈറ്റാക്കി വെക്കും. അതുപോലെ തന്നെ ഇവിടെയും ഇതിങ്ങനെ ഇതാക്കിയിട്ട് നടുക്കുന്ന കുറച്ച് സ്പേസ് എടുത്തിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാം. അകത്തുനിന്ന് ഇതാ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് കുറച്ച് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ എന്തിനാ ഇവിടെ 6 പോലെ എടുത്തതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഈ പാർട്ടീഷൻ വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അപ്ഡു ചെയ്യുമ്പോൾ എപ്പോഴും 2 പാർട്സോ അല്ലെങ്കിൽ 3-4 പാർട്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ അപ്ഡു ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ 6 എടുത്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ പാർട്ടീഷൻ വലിയ വിസിബിൾ ആയിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ 2 എന്താ പറയുക പോണി ടൈൽസിനെയും കൂടെ നമ്മൾ ചെറിയൊരു നോട്ട് പോലെ ആക്കുക ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കെട്ടായിട്ട് നമ്മൾ ഇടുക. അങ്ങനത്തെ ഒരു കെട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു കെട്ടുണ്ടാക്കി. അപ്പോൾ നമ്മളുടെ ഈ ഹെയർ ബാൻഡ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ പോകും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പ് ചുമ്മാ വെച്ചു കൊടുക്കാം. വെറുതെ ഒരു ക്ലിപ്പ് ഇവിടെ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്കൊരു യൂപ്പിൻ കൊണ്ട് ടൈറ്റ് ചെയ്യിപ്പിക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂപ്പിൻസ് യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മളുടെ ഈ എന്താ പറയുക മുടിക്കൊക്കെ കൂടുതൽ കരുത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യൻ ഹെയറിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് യൂപ്പിൻസ് അധികം ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാട്ടോ. എന്നിട്ട് ഈ പോർഷൻ
ഇവിടെയൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതിപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഹെയർ ഒക്കെ പൊങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്ത് കറക്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തില്ലേ, ആ ഒരു ഈ ക്ലിപ്പിൽ നിന്ന് പിടിപ്പിച്ചില്ലേ, ആ ഒരു പോർഷൻ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു യൂപ്പിൻ കുത്തി കൊടുക്കുക. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു യൂപ്പിൻ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ടിത് താഴത്തേക്ക് എടുക്കുക. കണ്ടോ, ഇങ്ങനെ താഴത്തേക്ക് എടുത്തിട്ട് ഇവിടെയും ഒരു യൂപ്പിൻ കുത്തി കൊടുക്കുക. ഇങ്ങനെ ഒരു യൂപ്പിൻ കുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഈ താഴത്തെ ഭാഗവും ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെയും ഒരു യൂപ്പിൻ കുത്തി കൊടുക്കുക. ഇവിടെ നിന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു യൂപ്പിൻ വെക്കുന്നത്. എന്നിട്ട് ഈ ഭാഗവും നമ്മൾ ഓപ്പൺ ആയിട്ടേക്കുമല്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെയും ഒരു യൂപ്പിൻ കൊടുക്കുക. അത് ഒരു ചെറിയ യൂപ്പിൻ മതി. ഒരു യൂപ്പിൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുക. ഈ താഴെയുള്ള ഭാഗം അടിയിലേക്ക് വെച്ചിട്ട് അവിടെയും ഒരു ചെറിയ യൂപ്പിൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് അപ്ഡു. ഇതിൽ നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ കുറച്ച് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് ഒരു ഫിനിഷിങ് വരുത്തി കൊടുത്താൽ നമ്മളുടെ ഫസ്റ്റ് അപ്ഡു റെഡി. ഇങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നമ്മൾക്കൊരു അപ്ഡു ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിലേക്കാണ് പോകാൻ പോകുന്നത്. അതും ഒരു അപ്ഡു തന്നെയാണ്. നമ്മളിന്ന് 10 അപ്ഡൂസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ നന്നായി കോംബ് ചെയ്യുക, നോട്ടൊക്കെ കളയുക. എന്നിട്ട് ഹെയർ ഇങ്ങനെ എടുക്കുക, ഒരു പോണി ടെയിൽ ഇട്ടുക. ഏത് ഹൈറ്റിലാണോ നിങ്ങൾക്ക് ഹെയർ അപ്ഡു വേണ്ടത് ആ ഹൈറ്റിലേക്ക് കിട്ടുക. ഇപ്പം ഞാനൊരു ലോവർ ബണ്ണാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ഹൈറ്റ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഹൈറ്റിലേക്ക് നമുക്കൊരു പോണി ടെയിൽ കിട്ടാം ഇങ്ങനെ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ബട്ടൺ ഉള്ള ബാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കെട്ടാം. നന്നായിട്ട് ടൈറ്റ് ചെയ്തേക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ എടുത്ത ശേഷം ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു എന്താ പറയുക ബാൻഡ് കൂടി ഇടണം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഇൻവിസിബിൾ ബാൻഡാണ്. അപ്പോൾ ഇൻവിസിബിൾ ബാൻഡ് ഈ ഭാഗത്തായിട്ടും കൂടെ ഞാൻ ഒരെണ്ണം ഇടാണ്. അതിതാ ഞാനിവിടെ ഇട്ടു. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്നാക്കി വെക്കുക. അതിനുശേഷം ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ അടിയിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെയും വെക്കുക. കുറച്ചുകൂടി ലെങ്ത് ഉള്ള മുടിയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നോട്ട് പോലെയൊക്കെ ഇടാം കേട്ടോ. എന്നിട്ട് ഇത് സെക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് 1-2 യൂപ്പിൻസ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ യൂപ്പിൻ എടുത്തിട്ട് ഇവിടെ സെക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് എന്നിട്ട് ഈ കിടക്കുന്ന ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ ഹെയർ താഴേക്ക് വെച്ചിട്ട് ഇവിടെയും യൂപ്പിൻസ് കൊണ്ടിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. ഈ ഹെയറും അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുത്തിട്ട് യൂപ്പിൻ കൊണ്ട് ഒരു ചെറിയ യൂപ്പിൻ കൊണ്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. ഇല്ല അതല്ലാതെ ഇതിങ്ങനെ ഇരിക്കുമെങ്കിൽ അങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഈ ഭാഗമില്ലേ ഇതിങ്ങനെ എടുക്കുക, വിടർത്തി എടുത്തിട്ട് അതും ഇവിടെ യൂപ്പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഇങ്ങനെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്ന പോലെ ഇങ്ങനെ എടുത്ത് ഇവിടെയും കൂടി നമുക്കതൊന്ന് സെക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള എന്താ നമുക്ക് ഫോർമൽസിൻ്റെ ഒക്കെ ഒപ്പം വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ.
അപ്ഡു തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് മെസ്സി ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഹെയർ നന്നായി കോംബ് ചെയ്ത് നോട്ടൊക്കെ കളഞ്ഞിട്ട് 3ആയിട്ട് പാർട്ടീഷൻ ചെയ്യണം. ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സിക്സാഗ് പോലെ എടുത്ത് അതൊരു പാർട്ടായിട്ട് എടുക്കുക. ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മളൊരു പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സെൻറ്ററിലുള്ള ഈ പോർഷൻ ഒരു പോണിറ്റെയിലായിട്ട് ഇട്ടാം. അപ്പോൾ ഈ ഭാഗവും നമ്മൾ നന്നായി കോംബ് ചെയ്ത് ഒരു പോണിറ്റെയിലായിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ബീഡുള്ള ഹെയർ ബാൻഡാണ് എടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ബീഡുള്ള ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ട് അത് നമ്മൾ ടൈറ്റാക്കി വെച്ചു ഇതുപോലെ. എന്നിട്ട് ഈ ഹെയർ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു എന്താ പറയുക ബാൻഡ് ഇടാൻ പോവാണ് ചെയ്യുന്നത്. ഈ ബാൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷെ അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു ബാൻഡ് തന്നെ ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ എടുത്ത പോലെ തന്നെ ബീഡുള്ളൊരു ബാൻഡ്, പക്ഷേ അധികം കട്ടിയില്ലാത്തൊരു ബാൻഡ് എടുത്തിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബീഡ് തന്നെ ഇട്ട് ഇത് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ഭാഗം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഈ സൈഡിലേക്ക് നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ യു പിൻസ് കൊടുക്കും. ഇവിടെ ഇങ്ങനെ ഒരു യു പിൻ നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡും അതുപോലെ തന്നെ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇവിടെ നമുക്കൊരു യു പിൻ കൊടുക്കാം. ഈ ഭാഗമില്ലേ, അത് നമ്മൾ നേരത്തെ ഹെയർ സ്റ്റൈൽ ചെയ്ത പോലെ തന്നെ എടുത്ത ശേഷം ഇങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് ഒരു യു പിൻ ഇവിടെയും കൊടുക്കാം. ഈ സൈഡും അതുപോലെ തന്നെ എടുത്തിട്ട് ഇവിടെ ഒരു യു പിൻ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു ബണ്ണിൻ്റെ അല്ലെങ്കിൽ അബ്ഡുയുടെ പകുതി പോർഷൻ റെഡിയായി. ഇനി ഫ്രണ്ടിൽ നിന്നുള്ള പോർഷനിൽ ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാനിവിടെ ട്വിസ്റ്റ് ചെയ്താണ് വെക്കാൻ പോകുന്നത്. ട്വിസ്റ്റ് ചെയ്ത് ഈ ഒരു ഹെയറിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന യു പിൻസ് ഇതുപോലെ കുത്തിക്കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സ്ലൈഡ് ആണെങ്കിലും കുത്താട്ടോ, സൈഡിൽ വെച്ചിരിക്കും. അപ്പം ഇവിടെ ആണെങ്കിലും അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു യു പിൻ നമുക്ക് വയ്ക്കാം. എന്നിട്ട് ഈ ഭാഗമില്ലേ, ഈ ഭാഗം താഴത്തേക്ക് എടുത്തിട്ട് ഒരു യു പിൻ വെച്ചിട്ട് അത് ഉള്ളിലേക്ക് കാണാത്ത രീതിയിലേക്ക് നമുക്ക് എന്താ പറയുക പിൻ ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഒരു സ്ലൈഡാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് കാണാത്ത രീതിക്ക് ഉള്ളിലേക്ക് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ബീഡ് വിസിബിൾ ആണ്. അപ്പോൾ ആ ബീഡ് മറയ്ക്കാനായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്കൊരു ഹെയർ ആക്സസറിയും വെക്കാം. അപ്പോൾ നമ്മുടെ ബീഡിൻ്റെ മുകളിലേക്ക് ആയിട്ട് ആ ഹെയർ ആക്സസറി ഇരിക്കും. അപ്പോൾ അതറിയില്ല. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ഒരെണ്ണം കൂടി വെച്ചാൽ നന്നായിരിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു ഹെയർ ആക്സസറിയും കൂടി അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് മെസ്സി ആക്കാൻ വേണ്ടി നമ്മൾ ഈ പോർഷനിൽ നിന്ന് കുറച്ച് ഹെയർ പുറത്തേക്ക് ഇടുകയാണ്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ കുറച്ച് ഹാങ് പോലെ ചെയ്തിടുക ചെയ്യുന്നത്. വലുതായിട്ട് നീറ്റായിട്ട് വെക്കാനായിട്ട് നിൽക്കുന്നില്ല. ഈ പോർഷനൊന്നും നമ്മളങ്ങനെ പിൻ ചെയ്യുന്നില്ല. ഇതിങ്ങനെ നമ്മൾ ലീവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ തേർഡ് അപ്ഡ്. നമ്മളിനി ചെയ്യാൻ പോകുന്ന 4ാമത്തെ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ നല്ല നോട്ടൊക്കെ കളഞ്ഞിട്ടുള്ള ഹെയർ ആണ്. ഇത് 2ആയിട്ട് പാർട്ട് ചെയ്യണം, അത് മുകളിലും താഴെയായിട്ട്. അപ്പോൾ നമ്മൾ 2 പോണിറ്റെയിലാണ് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി താഴത്തും ഇതേപോലെ ഹെയർ 2 ഭാഗമാക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് പാർട്ട് ചെയ്യുക. എന്നിട്ട് അത് നന്നായി കോംബ് ചെയ്തിട്ട് നമുക്കൊരു പോണിറ്റെയിൽ ചെയ്യാം. നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ കഴിഞ്ഞ 3
ഹെയർ സ്റ്റൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ബണ്ണായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ഹൈ ആയിട്ടുള്ള ബണ്ണാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു പോർഷനിൽ ഒരു പോണിടെയിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഡുള്ള എന്താ പറയുക ഹെയർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഹെയറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പോണിടെയിൽ ടൈറ്റൻ ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഞാൻ എന്താ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ടൈറ്റ് ആണ്, കുറച്ച് ലൂസായിട്ടാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് മുകളിലേക്ക് വെച്ചിട്ട് ഒരു ക്ലിപ്പ് വെച്ച് നമുക്ക് ഈ ഒരു ഭാഗം സെക്യൂർ ചെയ്യാം. ഈ താഴെയുള്ള ഈ പോർഷനും നമ്മൾ പോണി അത് തന്നെ ചെയ്യണം. ഇതിങ്ങനെ താഴ്ത്തി ചെയ്യരുത്, മുകളിലേക്ക് തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ചൊരു ഹൈ ആയിട്ടുള്ള ഒരു അപ്ഡു ആണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചീവി എന്താ പറയുക നോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി ഹെയറൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ശേഷം ഒരു പോണി ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീഡുള്ള ഒരു ഹെയർ ബാൻഡ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് കുറച്ച് ഹെയർ കുറവായതുകൊണ്ട് ചെറിയ ഒരു എന്താ പറയുക ഹെയർ ബാൻഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് രണ്ടാക്കിയിട്ട് നന്നായിട്ട് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. ഇനി താഴെയുള്ള ഈ ഹെയർ നമുക്ക് എന്താ പറയുക 4 പിന്നില്ലേ അത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷെ 4 പിന്ന് കുറച്ചും കൂടെ രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ബൺ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് 4 പിന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. വേഗം തന്നെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മുകളിലത്തെ പോർഷനും എന്താ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക തിക്നെസ് ഒന്നും അങ്ങനെ നോക്കണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ വേഗം തന്നെ അത് ചെയ്യാം. പിന്നെ ഈ 4 പിന്നിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ ലെയേർഡ് ആയിട്ടുള്ള ഹെയർ ആണ് നിങ്ങൾക്കുള്ളെങ്കിൽ, ഇപ്പം ലെയർ കട്ടൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, ഡീപ്പ് വി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 4 പിന്നാണ് 3 പിന്നിനേക്കാളും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എല്ലാ ചെറിയ മുടിയൊക്കെ ഇതിൻ്റെ കൂടെ പോകും. പക്ഷെ 3 പിന്ന് ഇടുമ്പോഴത്തേക്കും ഇടയിൽ നിന്നുള്ള ഹെയർ ഇങ്ങനെ പുറത്തേക്ക് ചാടി വരും. അപ്പം അതുകൊണ്ട് ഈ 4 പിന്ന് അതുകൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ മുടീനെ സെക്യൂർ ആക്കി വെക്കാൻ പറ്റും. ഫാൻസിയുടെ ഹെയറിലാണെങ്കിൽ ലെയർ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക ചെറിയ ചെറിയ മുടികൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ 4 പിന്ന് ഇടുമ്പോഴത്തേക്കും അങ്ങനെ വരില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് പിന്നീട്ട് അതിൻ്റെ അറ്റത്തൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ബാൻഡാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇൻവിസിബിൾ ബാൻഡ് ഇവിടെ ആയിട്ട് നമ്മൾ ഇടാൻ പോകാം കേട്ടോ. ഇൻവിസിബിൾ ബാൻഡ് എടുത്തു, അത് നമുക്ക് ഈ പോർഷനിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് വലുതാക്കി കൊടുക്കാം. അപ്പോഴാണ് ബൺ ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി വരുള്ളൂ. 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ട് വലുതാക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇപ്പം ഒരു സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ മുകളിലത്തെ സെക്ഷനും ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും 4 പിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈക്വൽ പാർട്ടായിട്ട് എടുക്കുക, എന്നിട്ട് 2 പോർഷൻ ആക്കുക. എന്നിട്ട് നമുക്ക് 4 പിന്ന് തന്നെ ചെയ്യാം. കണ്ടോ, ഇതൊക്കെ ചെറിയ ഹെയർ ആണ്. ഇത് നമ്മൾ 3 പിന്ന് ഇടുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് പോകും. 4 പിന്ന് ഇടുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ നോട്ട് പോലെ വരുന്നതുകൊണ്ടായിരിക്കാം അത് അവിടെ സെക്യൂർ ആയിട്ട് ഇരിക്കാറുണ്ട്. പിന്നെ ഇത് കുറച്ച് മെസ്സി ആയിട്ടുള്ള ഒരു ബണ്ണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുമെന്ന്. ഭയങ്കര നീറ്റായിരിക്കാതെ കുറച്ച് മെസ്സി ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഭയങ്കര ആ ഒരു ഇതൊന്നും നോക്കണ്ട, നമ്മളുടെ ആ ഒരു ഇതിൽ അങ്ങോട്ട് ചെയ്യാം. എന്തായാലും 3 പിന്ന് നമ്മളെപ്പോഴും കാണുന്നുണ്ട്. യൂഷ്വലി ചെയ്യുന്ന ബ്രൈഡൽ നമ്മളെപ്പോഴും കാണുന്നതുകൊണ്ടായിരിക്കും ഇതിനൊരു പ്രത്യേക ഭംഗി പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട, നമുക്ക് എന്തായാലും ലൂസാക്കി ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ടൈറ്റാക്കി ഞാൻ ചെയ്യുന്നില്ല, ലൂസാക്കി ചെയ്യാനുള്ളതുകൊണ്ട്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വേഗം വേഗം ഫിനിഷ് ഓഫ് ചെയ്യാം. എന്നിട്ട് നേരത്തെ ചെയ്തപോലെ തന്നെ ഇൻവിസിബിൾ ബാൻഡില്ലേ, അതാണ് നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അറ്റത്ത്. എന്നിട്ട് താഴത്ത് ചെയ്ത പോലെ തന്നെ നമ്മൾ ലൂസാക്കിയിട്ട് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി, ലാസ്റ്റ് പോർഷൻ എത്തി. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ.
ലാസ്റ്റ് പോർഷൻ എത്തി. ഇനി നമുക്കൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ബാൻഡ് നമുക്കതും ഇട്ട് കൊടുക്കാം. ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ഇൻവിസിബിൾ ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക ടൈറ്റൻ ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ടെക്സ്ചർ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമ്മളുടെ അപ്ഡൂൻ്റെ ഒരു ടെക്സ്ചർ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഈ താഴത്തുള്ള ഭാഗം മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ അതിനെ അങ്ങനെ സെക്യൂർ ആക്കി വെക്കാനായിട്ട് നമുക്ക് യൂപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു യൂപ്പിൻ ഇവിടെ കുത്തി കൊടുക്കുകയാണ്. ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ ഒരു സെക്ഷനില്ലേ, ഈ ഒരു സെക്ഷൻ്റെ ഉള്ളിൽ കൂടി നമ്മളുടെ ഈ താഴെയുള്ള ഭാഗം ഇങ്ങനെ എടുക്കുക. താഴെയുള്ള ഭാഗം ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ കുറച്ചിങ്ങനെ ഉള്ളിലായിട്ടും ബാക്കി പുറത്തായിട്ടുമാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്തിട്ട് ഇവിടെയും ഒരു യൂപ്പിൻ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെയും ഒരു യൂപ്പിൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗം ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മളുടെ എന്താ പറയുക ബാൻഡൊന്നും കാണാത്ത രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ഇൻവിസിബിൾ ബാൻഡിലെ അത് ഊരി മാറ്റി എന്നിട്ട് ഇതുപോലെ ഒരു യൂപ്പിൻ ഇവിടെയും ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഒരു കുഞ്ഞു സെക്ഷനിലേക്കും കൂടെ യൂപ്പിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ കുറച്ചും കൂടെ ഒന്ന് മെസ്സിയാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഒരു മെസ്സി ആയിട്ടുള്ളൊരു ബൺ റെഡിയാണ്. ഇതൊരുപാട് ഹൈ അല്ല, പക്ഷേ ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു അപ്ഡു ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഹെയറിലേക്ക് പോവാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അഞ്ചാമത്തെ അപ്ഡു ആണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡു ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു പോണിറ്റെയിൽ ഇട്ടാൽ, പക്ഷേ ഹൈ പോണി അല്ല, ലോ പോണി ചെയ്യുക. അതിന് ഈ പറഞ്ഞ പോലെ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്യുക. ഹെയർ നന്നായി കോംബ് ചെയ്ത ശേഷം ഒരു ലോ പോണി കിട്ടുക. എല്ലാ സൈഡും നന്നായി കോംബ് ചെയ്ത്. ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ നോട്ടൊക്കെ കളഞ്ഞു വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. കറക്റ്റ് സെൻറ്റർ ആണെന്ന് നോക്കാം. ഞാൻ ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ബണ്ണൊക്കെ കുറച്ച് സൈഡിലായി പോകുന്നുണ്ട്. അത് ഞാൻ ഒരു സൈഡിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളൊരു ബീഡ്സ് ഉള്ള ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇത്തിരി ടൈറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഒരു ലോ ആയിട്ടുള്ള പോണി മതി കേട്ടോ ഇതിന്. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് പോർഷൻ സൈഡിലുള്ള ഒരിത്തിരി പോർഷൻ ഒരു ലെങ്തിൽ നമുക്കിത് പുറത്തേക്ക് ഇടാം. ഇത് കുറച്ചിങ്ങനെ ലെയർഡായിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് അതിൻ്റേതായുള്ള ഇതുണ്ട്, അതല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ പോർഷനില്ലേ ഇങ്ങനെ നീണ്ടെടുക്കുന്ന ഇതിൻ്റെ അറ്റത്ത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള എന്താ പറയുക ബാൻഡ് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയർഡായിട്ടുള്ള ഹെയറിൽ ഇതിങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള ബാൻഡ് അറ്റത്ത് ഇട്ടുകൊണ്ട് കാര്യമില്ല. എന്നാലും കുറച്ച് നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഈ ഇൻവിസിബിൾ ഇട്ടേക്കുന്ന ഈ അറ്റം ഇത് മടക്കി ഉള്ളിലേക്ക് ആക്കുക. ഇതുപോലെ ആക്കുക. കണ്ടോ, ഇതുപോലെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. എന്നിട്ട് വീണ്ടും ഒരു ഇൻവിസിബിൾ ബാൻഡ് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇൻവിസിബിൾ ബാൻഡ് നമ്മൾ പോണിറ്റെയിൽ ഇട്ടിയപ്പോഴത്തേക്കും നല്ല ഒരു ടൈറ്റായിട്ട്, അത് അത്യാവശ്യം ടൈറ്റായിട്ടാണ് കിട്ടിയത്. മാത്രമല്ല നല്ല സ്ട്രെങ്ത് ഉള്ളൊരു ബാൻഡ് ടൈറ്റ് അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇതിടുമ്പോഴത്തേക്കും ഒരു ഇൻവിസിബിൾ ബാൻഡ് മതി. ഇൻവിസിബിൾ ബാൻഡ് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ ഹെയറിലെ
നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു 4 പിന്ന് അത് വീണ്ടും ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ഹെയർ സ്റ്റൈലിൽ ചെയ്ത 4 പിന്ന് അത് വീണ്ടും നമുക്ക് ഇതിൽ ചെയ്യണം. കാരണം ലെയേർഡ് ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ നമുക്ക് ഈ 4 പിന്ന് ചെയ്യാം കേട്ടോ. 4 പിന്ന് ഞാൻ ചെയ്യണേ കുഞ്ഞ് പോർഷനിൽ. അപ്പോൾ ഈ സൈഡ് വിട്ടുപോകാതെ നോക്കണം. അത് നമുക്ക് വിട്ടുപോരും, കാരണം ഇത് അത്ര ലെങ്ത് ഉള്ള ഹെയർ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ പോർഷൻ നമുക്ക് യൂപിൻ കൊണ്ട് സെക്യൂർ ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ 4 പിന്നിട്ട് 4 പിന്നൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഞാൻ ഇന്നാണത് ശരിക്കും പറഞ്ഞാൽ ഇത്ര അധികം ശ്രദ്ധിക്കുന്നത്. പ്രത്യേക ഭംഗിയാണ് അതിന്. പെട്ടെന്ന് നോക്കിയാൽ 4 പിന്നാന്ന് മനസ്സിലാവത്തുമില്ല. യൂഷ്വൽ ബ്രെയ്ഡ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മളുടെ 4 പിന്നൽ ഇട്ട് ഓൾമോസ്റ്റ് കഴിയാറായി. ഇതും ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ബാൻഡ് ഇട്ടിട്ട് സെക്യൂർ ചെയ്ത് വെക്കണം. ഇതിൻ്റെ അറ്റവും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ബാൻഡ് ഇട്ട് ഇങ്ങനെ കെട്ടിവെക്കണം. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ബാൻഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ബാൻഡ് ഇട്ട് ഇതും ദാ ഇങ്ങനെ കെട്ടിവെച്ചു. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 യൂപിൻസിൻ്റെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ടൊരു യൂപിൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിലും ഈ സൈഡിലും ഇതുപോലത്തെ ഒരു യൂപിൻ കൊടുക്കുന്നുണ്ട്. വേനെടുക്കുന്നുണ്ടെങ്കിൽ പറയണ ആൻസി. ഓക്കെ. എന്നിട്ട് ഈ ബാൻഡിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു നമ്മളുടെ ഈ ഒരു പിന്നൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗി വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു പിന്നൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ ചെറിയ യൂപിൻസൊക്കെ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് ഹെയർ സ്പ്രേ ഒക്കെ ചെയ്ത് എന്താ പറയുക, ഹെയർ ഒന്നും പൊങ്ങി വരാത്ത രീതിയിൽ വെക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഹെയർ സ്പ്രേ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ളത്. ശരിക്കും ചെയ്യുമ്പോൾ ഹെയർ സ്പ്രേ ഒക്കെ ഇട്ട് ചെയ്യാം. നമ്മളിപ്പം 10 ഹെയർ ചെയ്യുന്നില്ലേ, 10 ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഹെയർ സ്പ്രേ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി ഇതൊക്കെ ഇങ്ങനെ വിടർത്തി നമുക്കിങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ അപ്ഡു. നമ്മളിനി നമ്മുടെ 6ാമത്തെ അബ്ഡുവിലേക്കാണ് പോകുന്നത്. ഇതും വളരെ ഈസി ആയിട്ടുള്ള അബ്ഡു ആണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ ഇങ്ങനെ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് ഹെയർ എടുക്കണം. ഈ സൈഡിൽ നിന്നും കുറച്ച് ഹെയർ ഇങ്ങനെ എടുക്കുകയാണ്. ബാക്കി മുടി നമ്മൾ താഴത്തേക്ക് ഇടുക. എന്നിട്ട് കറക്റ്റ് നമ്മുടെ സെൻറ്ററിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുളിപ്പിന്നൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മളുടെ ഹെയർ എത്ര ഹൈറ്റിലാണോ നമ്മളുടെ അപ്ഡു വേണ്ടത് ആ ഒരു ഹൈറ്റിലേക്ക് നമ്മൾക്ക് ഈ ഇൻവിസിബിൾ ബാൻഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ടൈറ്റാക്കി വെക്കണം. അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ടൈറ്റാക്കി തന്നെ ചെയ്യണം. അപ്പോൾ 2-3 തവണ ഇതിങ്ങനെ ഇൻവിസിബിൾ ബാൻഡ് തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്ത് ഒരു തവണ ഇങ്ങനെ തിരിച്ചു വെക്കുക. കണ്ടോ? ഇപ്പം ഇങ്ങനെ വന്നില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹെയർ, ഈ ബാക്കി വന്ന ഈ ഒരു ടെയിലും ബാക്കിയുള്ള ഹെയറും കൂടെ 2 കുഞ്ഞ് പോണി ടെയിൽസ് ഉണ്ടാക്കുക. ബാക്കിലേക്ക് തന്നെ എടുത്ത് താഴെ നമുക്ക് ഇതിന് നമ്മൾ കുറച്ച് സ്ട്രെങ്ത് ഉള്ള നമ്മളുടെ ബീഡ് വെച്ചിട്ടുള്ള എന്താ പറയുക, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഹെയർ ബാൻഡാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട. ഇതൊക്കെ ഒരു യൂഷ്വൽ ഇതിൽ ഒന്ന് ഇരിക്കാൻ വേണ്ടി മാത്രം അതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ഒരു പോണി ടെയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഹെയർ ബാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ രണ്ട് സൈഡിലും ഏകദേശം കുറച്ച് അത് ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് നമുക്ക് ഇച്ചിരി ടൈറ്റ് ആക്കണം. ഞാൻ അതൊന്നും കൂടെ ടൈറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടെ ടൈറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് സൈഡും ഏകദേശമായി. എന്നിട്ട് ഈ പോർഷനിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. അതായത് ഈ കെട്ടിയിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഈ പോർഷൻ എടുക്കാൻ. അപ്പോൾ നമുക്കത് നോക്കാം. നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതേപോലെ തന്നെ സെയിം തന്നെ ഈ സൈഡ് നമുക്ക് ചെയ്യാം. ഈ സൈഡും അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. കണ്ടോ? ഇത് രണ്ട് സൈഡ് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത ശേഷം ഈ ബാക്കി വന്നേക്കുന്ന ഹെയർ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താഴേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു യു പിൻ കൊണ്ട് സെക്യൂർ ചെയ്യാം. കണ്ടോ? അതേപോലെ തന്നെ ഈ സൈഡും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഹെയർ ഈ സൈഡും അതേപോലെ തന്നെ ഇവിടെയും ഒരു യു പിൻ കൊണ്ട് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈഡുമായി ഇനി ബാക്കി കിടക്കുന്ന ഈ ഒരു ടെയിൽ പോലത്തെ ഭാഗമില്ലേ, അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ചെറിയ യു പിൻ മതി കേട്ടോ. എന്നിട്ട് ഈ വരുന്ന ഭാഗമൊക്കെ ഒന്ന് വലുതാക്കി കൊടുത്താൽ കുറച്ച് മെസ്സി ആയിട്ടും കുറച്ച് വലിയ ബണ്ണായിട്ടൊക്കെ നമുക്ക് തോന്നും. വലിയ ഒരു അബ്ഡുമായിട്ടും ഉള്ളിലെന്തോ കാര്യമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു അബ്ഡുമായിട്ട് തോന്നും. പിന്നെ ചെറിയ ഇതുപോലത്തെ ടെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുഞ്ഞ് ഇൻവിസിബിൾ യു പിൻസ് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അത് സൂക്ഷിക്കണം, നമ്മളുടെ തലയിലൊന്നും കുത്തിക്കരാതെ നോക്കണം. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ അടിപൊളി ഒരു അബ്ഡു റെഡിയാവും. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് യു പിൻ കൊണ്ടും സ്ലൈഡ് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഹെയർ ഇടാം. അപ്പം ഞാൻ ഈ സൈഡിലുള്ള മുടി ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ലൈഡ് കുത്തി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ രണ്ടെണ്ണം മുകളിൽ നിന്നും താഴെ നിന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുഞ്ഞ് ഹെയർസ് ഉള്ളത്. അപ്പുറത്തെ സൈഡിലും അതുപോലെ കുഞ്ഞ് ഹെയർസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഈ ഹെയറും നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് മുകളിൽ നിന്നും താഴെ നിന്നും ഒന്ന് രണ്ടോ സ്ലൈഡ് വെച്ചാൽ ഈ സൈഡും സെക്യൂർ. അപ്പോൾ നമ്മുടെ ആറാമത്തെ അബ്ഡു ഇതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസപ്പ് കാണാം. രണ്ടായിട്ട് പാർട്ട് ചെയ്തിട്ടാണ് ഈ അബ്ഡു ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ എടുത്തു. രണ്ടായിട്ട് പാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് വേണം പാർട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ വേണം പാർട്ട് ചെയ്യാൻ. ഒരു സ്ലാൻഡിങ് പോലെ പാർട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ടീഷൻ നമ്മളിങ്ങനെ എടുത്തു. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച ശേഷം കുറച്ച് മെസ്സി ആക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം. ഇങ്ങനെ കുറച്ചിങ്ങനെ മെസ്സി ആയിട്ട് ഇട്ടു. എന്നിട്ട് അതൊന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ ബീഡുള്ള ഹെയർ ബാൻഡ് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പൊക്കണ്ട. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ടത് ടൈറ്റ് ചെയ്തു. അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഭാഗത്ത് അതേപോലെ തന്നെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വൃത്തിക്ക് നന്നായിട്ട് കോംബ് ചെയ്ത്
ഒത്തിരി ഹൈറ്റ് ചെയ്യുന്നില്ല. ഇത് രണ്ടും കറക്റ്റ് നേരെ തന്നെ വരണം എന്നൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ ഹെയറിൽ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഈ മുകളിലത്തെ ഹെയർ ഒന്നിങ്ങനെ പൊക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ടൈറ്റായി പോവാതിരിക്കാനും പിന്നെ ആ ഒരു പഫിനെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബീഡ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് വെച്ചിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇപ്പുറത്തെ സൈഡിലത്തെ ഹെയർ അതിൽ കുടുങ്ങാതെ നോക്കണം കേട്ടോ. എന്നിട്ട് ബീഡ് ഇട്ടിട്ട് ടൈറ്റ് വേഗം എടുക്കണ്ടായിരുന്നു. നമുക്ക് അയ്യോ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ബീഡ്സ് ഇട്ടത് ടൈറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒരു മിഡ് പൊസിഷനിലേക്ക് നമ്മുടെ ഇൻവിസിബിൾ ബാൻഡില്ലേ അതിങ്ങനെ ഇട്ട് കൊടുക്കണം. ഇൻവിസിബിൾ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. സെൻറ്ററിലാണോ ഒരിട്ട്? ഓക്കെ, ഇൻവിസിബിൾ ബാൻഡ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് താഴെയായിട്ടും ഇതുപോലെ ഇൻവിസിബിൾ ബാൻഡ് ഇട്ട് കൊടുക്കണം. ഇത് ശരിക്കും സെൻറ്ററിൽ വന്നൊന്നുമില്ല, സൈഡിൽ വന്നാലും മതി കേട്ടോ. എന്നിട്ട് ഇവിടെയും ഒരു ഇൻവിസിബിൾ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ താഴേക്കും മറ്റൊരു ഇൻവിസിബിൾ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ടൈറ്റൻ ചെയ്യണം, ഊരിപ്പോരരുത്, അത്രയേ ഉള്ളൂ മെയിനായിട്ട്. എന്നിട്ട് ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഉള്ളിൽ കൂടെ എടുക്കുക. അപ്പം ഇവിടെ ഒരു ടെക്സ്ചർ ഫോം ചെയ്യുമല്ലോ, അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുക. ഒരു സ്റ്റിഫ്നെസ് വരും ഹെയറിന്. ഇങ്ങനെ ഒരു അഴകുഴമ്പൻ രീതിയിലായിരിക്കില്ല, ഞാൻ പറഞ്ഞു കൊടുത്ത് നിൽക്കുന്ന പോലെ വരും ഹെയർ. അതിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡും ഉള്ളിലേക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി വെക്കുക. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഈ രണ്ട് ഇത് ഈ സൈഡിലുള്ള പോലെ തന്നെ ഇതൊന്ന് വലുതാക്കണം കേട്ടോ ഫസ്റ്റ്. ഈ പോർഷനിൽ അത് മുകളിലേക്ക് കൊണ്ടുവരാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഒരു യൂപ്പിനോ സ്ലൈഡോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. എനിക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടി യൂപ്പിൻസ് ആണ് കൊടുക്കണേ. എന്നിട്ട് ഈ സൈഡിലേക്ക് നമുക്ക് വീണ്ടും യൂപ്പിൻസ് കൊടുത്തിട്ട് അതിനൊരു ബണ്ണിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ യൂപ്പിൻസ് കൊടുത്ത് അതൊന്ന് അവിടെ നിർത്താം. അത് കഴിഞ്ഞിട്ട് ഈ അടിയിലത്തെ ഭാഗമില്ലേ അത് നമുക്കിങ്ങനെ കൊണ്ടുവരാം. അതിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിങ്ങനെ യൂപ്പിൻസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ ആ ഒരു ഇൻവിസിബിൾ ബാൻഡില്ല അവിടെ ഇട്ടിരുന്നത് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളതൊരു ആ ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും അതവിടെ വെച്ച് കൊടുക്കുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റി. പിന്നെ വീണ്ടും നമ്മളിവിടെ വെച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയുക പോർഷൻ, ഹെയറിൻ്റെ പോർഷൻ, അതും നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നിട്ട് ഇവിടെ ഇതിരിക്കുന്നതൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്കൊരു യൂപ്പിൻ എടുക്കാം. എന്നിട്ടത് നമ്മളുടെ ഹെയറിലേക്ക് പിൻ ചെയ്യാം. ഈ ഭാഗമില്ലേ അതും കൂടെ ഒന്ന് താഴേക്ക് കൊണ്ടുവരാം. അതും കൂടെ ഒന്ന് താഴത്തേക്ക്. അതിനെ ഈ ഭാഗം ഞാനൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനൊന്ന് മുറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വരുന്ന ചെറിയ ഇങ്ങനെ മെസ്സി ആയി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഉള്ളിലേക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ കിടക്കുന്ന പോർഷൻ ആണെങ്കിലും ഈ ഭാഗത്തേക്ക് നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം. കുറച്ചുകൂടെ 1-2 യൂപ്പിൻസ് കൂടെ എടുത്തിട്ട് അത് ഹെയറിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ സെക്യൂർ ചെയ്തിട്ട് ആ ഒരു അപ്ഡൂൻ്റെ ഷേപ്പിലേക്ക് അത് കൊണ്ടുവരാം.
ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ ചെറിയ ഉപ്പിനോ സ്ലൈഡോ എന്തെങ്കിലും വെച്ചിട്ട് അതും സെക്യൂർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ആൻസിക്കെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഉണ്ട്, സൈഡിൽ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഹെയർ എല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ചെറിയ സ്ലൈഡ് എന്തെങ്കിലും വെച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഓപ്സ്. അതുപോലെ തന്നെ ഈ സൈഡിലും അതും ഞാൻ ഒരു സ്ലൈഡുണ്ട്, സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്കുള്ളൊരു ബണ്ണാണ്. നമ്മൾ ഈ സൈഡിലേക്കായിരിക്കും കുറച്ച് കൂടുതൽ പോർഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടേക്ക് കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം, ഹെയർ ആക്സസറി. അപ്പം ഞാൻ ചെറിയ ഇങ്ങനെ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള സൈഡാണെങ്കിൽ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ചെറിയ യൂപ്പിൻസ് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഈ എന്താ പറയുക ഇൻവിസിബിൾ ആയിട്ടുള്ള അത് കാണാതിരിക്കാൻ, ഹെയർ ബാൻഡൊക്കെ കാണാതിരിക്കാൻ വേണ്ടി, സോറി ഗൈസ്, ഹെയർ ബാൻഡൊക്കെ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. പേടിയാണ് നമുക്ക് വേദനിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ 7th എന്താ പറയുക അപ്ഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ 8ാമത്തെ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴത്തെയും പോലെ ഹെയർ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ സ്ലാൻഡായിട്ട് ഡിവൈഡ് ചെയ്തു, ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് മുകളിലും താഴെയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു പോർഷൻ ഹെയർ എടുത്തു, അത് കറക്റ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഹെയർ നമുക്ക് മുകളിലേക്ക് എന്താ പറയുക ഈ താഴത്തുള്ള മുടിയായിട്ട് മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. അതിനുവേണ്ടി ഒരു സിൽവർ എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഹെയർ അത് നന്നായി കോംബ് ചെയ്ത ശേഷം ഒരു പോണി ടെയിൽ പോലെ കെട്ടിവയ്ക്കാം. ചെറിയൊരു പോണി ടെയിലായിട്ട് കെട്ടിവയ്ക്കാം. ഹൈ പോണി അല്ല, ചെറിയതായിട്ട്. അപ്പം അതിനുവേണ്ടി നമുക്കൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള എന്താ പറയുക ബാൻഡ് എടുക്കാം. എന്നിട്ട് ആ ബാൻഡ് ഇട്ടിട്ടാണ് കെട്ടിവെക്കുന്നത്. അപ്പം 2 ചുറ്റിൽ മാത്രമേ ചുറ്റുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ബാൻഡ് കുറച്ച് നടുക്കനാണ് ബാൻഡ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കുക സെൻറ്ററിൽ. എന്നിട്ട് താഴത്ത് കൂടി ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. കണ്ടോ? അപ്പം ഇതുപോലെ ഇങ്ങനൊരു വോള്യൂം ഉള്ളൊരു പോണി പോലെ വരും. എന്നിട്ട് നമ്മുടെ ഈ 2 ക്ലിപ്പും ഇതിങ്ങനെ ഒഴി മാറ്റാം. നമ്മളൊന്നും കൂടെ കോംബ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ നന്നായിട്ട് കോംബ് ചെയ്യാം. എന്നിട്ട് ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക ഈ ഹെയർ. അതിനുശേഷം ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഈ സെൻറ്ററിലുള്ള താഴെയുള്ള പോണിയുടെ പോർഷൻ മുകളിലേക്ക് ആക്കിയിട്ട് അത് വീണ്ടും ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. എന്നിട്ട് താഴെയുള്ള ഈ പോർഷൻ വീണ്ടും നമ്മളൊരു ഇൻവിസിബിൾ
ബാൻഡ് വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അത് ആവശ്യത്തിന് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്യുക. കാരണം നമുക്കത് ഒന്ന് എന്താ പറയുക സെക്യൂറായി ഇരിക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് ഇതൊന്ന് വലിച്ച് വലുതാക്കിയെടുക്കുക. ഇതുപോലെ വലുതാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഹെയർ താഴേക്കിടുക. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മളുടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള എന്താ പറയുക ബാൻഡ് ഇട്ട് കൊടുക്കുക. ഈ പോർഷനിലായിട്ട് നമ്മളുടെ ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ബാൻഡ് ഇട്ട് കൊടുക്കുക. അത് അത്യാവശ്യം ടൈറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. കാരണം നമ്മളിതിലധികം യൂപിൻസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ബാൻഡിലൊക്കെയാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഇങ്ങനെ വലുതാക്കി കൊടുത്ത ശേഷം ഈ താഴെയുള്ള ഈ ഭാഗമില്ലേ അതൊന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ഹെയറിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ബാൻഡ് ഇട്ടേക്കുന്ന ഈ ഭാഗമില്ലേ അത് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഹെയർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഹെയർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് യൂപിൻ കൊണ്ടാണ് ഇനി സെക്യൂർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് യൂപിൻ വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. അത് നമുക്ക് എന്താ പറയുക ഇങ്ങനെ ചെറിയ ഹെയർസൊക്കെ വരുന്നതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്താ പറയുക അത് വിസിബിൾ ആവാത്ത രീതിയിൽ സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഈ സൈഡും അതുപോലെ തന്നെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. സെക്യൂർ ചെയ്തു. ഇനി കുറച്ച് ഹെയർ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതും നമുക്കിങ്ങനെ സൈഡിലേക്ക് എടുത്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഹെയർ ആക്സസറി ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 8th അപ്ഡ്. സോ ഗൈസ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 9th ഒരു അപ്ഡു ആണ്. ഇതും നമ്മൾ രണ്ടായിട്ട് തന്നെ പാർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിക്സാഗ് ആയിട്ട് ഇങ്ങനെ എടുത്ത് ഹെയർ പാർട്ട് ചെയ്യാം കേട്ടോ. സിക്സാഗ് ആയിട്ട് ഇങ്ങനെ ഹെയർ എടുത്ത് പാർട്ട് ചെയ്ത് ഇനി ഇതൊരു ചെറിയൊരു പോണിറ്റെയിലായിട്ട് കിട്ടണം. നമുക്ക് ഇതൊരു ചെറിയ പോണിറ്റെയിലായിട്ട് കിട്ടാം. നന്നായിട്ട് ഫ്രണ്ടിൽ ഇഷ്ടമുള്ള പാർട്ടീഷൻ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ബാക്ക് സൈഡിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പാർട്ടീഷൻ എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ബാൻഡ് ഇടുകയാണ്. ഹെയർ ബാൻഡ് ആവശ്യത്തിന് മുറുക്കിയിട്ട് തന്നെയാണ് ഹെയർ ബാൻഡ് ഇടുന്നത് കേട്ടോ. ഹെയർ ബാൻഡ് ഇട്ടു. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചു. ഇനി ഈ സൈഡിലും കൂടെ ഹെയർ ബാൻഡ് ഇടുകയാണ് ചെയ്യുന്നത്. അതും ഈ പറയുന്ന പോലെ നന്നായിട്ട് കോംബ് ചെയ്ത് എടുത്തു. എന്നിട്ട് ഈ ഭാഗത്തും കൂടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പ്ലേറ്റ് ചെയ്യില്ലേ 3 സെക്ഷൻ എടുത്തിട്ട്, ഓക്കെ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. 3 സെക്ഷൻ എടുത്തിട്ട് പ്ലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അറ്റത്തേക്ക് നമ്മളുടെ എന്താ പറയുക ഇൻവിസിബിൾ ആയിട്ടുള്ള ഹെയർ ബാൻഡില്ലേ അത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹെയർ ബാൻഡ് ഇങ്ങനെ ഇട്ടു. നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ടു. എന്നിട്ട് ഇങ്ങനെ മടക്കിയൊരു നോട്ടോയിലാക്കിയിട്ട് അതിവിടെ വെച്ചിട്ട് ഇതിലേക്കും കൂടെ ഒരു ഇൻവിസിബിൾ ബാൻഡ് ഇടും കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് ഇതിലേക്കും കൂടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ബാൻഡ് ഇടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിടാം. ഞാൻ കുറച്ചും കൂടെ
നമുക്ക് എന്താ പറയുക കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാൻഡ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇതിങ്ങനെ 2 പോർഷനും കൂടെ ഒന്ന് ടൈറ്റ് ആവുന്ന രീതിയിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. മാക്സിമം ഈ മടങ്ങി വരുന്ന ഭാഗം താഴെ തന്നെ ആവാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഈ സൈഡ് അതുപോലെ തന്നെ നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്ലേറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ 4 പിന്നെ വേണമെങ്കിൽ അത് ചെയ്യാം. അത് ചെയ്താൽ മതിയായിരുന്നില്ല. ആക്ച്വലി അതും രസമാണ് കാണാൻ. നമുക്ക് അത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് എന്താ പറയുക, ഹെയറിൻ്റെ അറ്റത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഇൻവിസിബിൾ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണേ. ഇൻവിസിബിൾ ബാൻഡ് ഇട്ടിട്ട് അത് നമ്മൾ ടൈറ്റൻ ചെയ്ത് കൊടുക്കുകയാണ്. ടൈറ്റൻ ചെയ്തിട്ട് ഇവിടെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാനായിട്ട് ഈസി ആയിരിക്കും. ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് മറ്റൊരു ഇൻവിസിബിൾ ബാൻഡ് വെച്ചിട്ട് അതും സെക്യൂർ ചെയ്യണം. അതും ഞാൻ വേറൊരു ഇൻവിസിബിൾ ബാൻഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ടൈറ്റൻ ചെയ്ത് കുറച്ച് മുകളിലേക്ക് ആക്കണം കേട്ടോ. ഇതുപോലെ ഇറങ്ങി പോരുത്. ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലേ, എന്നിട്ട് ഇത് കുറച്ച് ഇങ്ങനെ വലുതാക്കി എടുക്കുക. എന്നിട്ട് ഈ ഇപ്പോൾ 2 ലൂപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ 2 ഹെയറും കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. കണ്ടോ? എന്നിട്ട് നമുക്ക് യു പിൻസ് വച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും നമുക്ക് യു പിൻ വെച്ചു കൊടുക്കാം. ഹെയറിൽ കൊണ്ട കുഴപ്പമില്ല, സ്കാൽപ്പിൽ കൊള്ളാതെ നോക്കണേ. എന്നിട്ട് ഇതുപോലെ ഹെയറിൽ നമ്മളുടെ യു പിൻ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള കുഞ്ഞ് ഹെയർസിനൊക്കെ വേണ്ടിയിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള യു പിൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഈ യു പിൻ കൂടെ അങ്ങനെ വെച്ച് കൊടുക്കുക. അതിങ്ങനെ പുറത്തേക്ക് വരാതിരിക്കുമ്പോൾ അങ്ങനെ ഒരു പിന്നുണ്ടെന്ന് അറിയത്തുമില്ല. അപ്പോൾ നമ്മളുടെ 9th ഹെയർ സ്റ്റൈൽ അല്ലേ ആൻസി? അപ്പോൾ 9th ഹെയർ സ്റ്റൈൽ ഇതാണ്. നമുക്കിപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ 1-2 ഹെയർ ആക്സസറി കൂടെ വയ്ക്കാം. അപ്പോൾ ഞാൻ 1-2 ഹെയർ ആക്സസറി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇരിക്കും. അപ്പോൾ ഇതാണ് 9th ഹെയർ സ്റ്റൈൽ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് 10th ഹെയർ സ്റ്റൈൽ. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൽ നമ്മൾ പാർട്ടീഷൻ ഒന്നും എടുക്കുന്നില്ല. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പോണിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഹൈറ്റിലാണോ ഈ ഒരു അപ്ഡു വേണ്ടത് ആ ഒരു ഹൈറ്റിൽ നമുക്ക് ചെയ്യാം. നമുക്കൊരു മിഡ് റേഞ്ചിലാണ് വേണ്ട, ഒരുപാട് ഹൈറ്റും വേണ്ട എന്നാൽ ഒരുപാട് താഴവും വേണ്ട, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹെയർ കോംബ് ചെയ്ത് നോട്ടൊക്കെ കളഞ്ഞ് എടുക്കുക. എന്നിട്ട് അത്യാവശ്യം എന്താ പറയുക, ഒരുപാട് ടൈറ്റ് ആവണ്ട, എന്നാലും അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ സെൻറ്ററിലാണ് നമുക്ക് അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഇതിവിടെ ഈ സെൻറ്ററിൽ തന്നെ ഒരു ബീഡ്സ് ഉള്ള നമ്മുടെ ഹെയർ ബാൻഡ് വെച്ചിട്ട് ടൈ ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവളുടെ ഹെയറിൽ ഇങ്ങനെ ചെറിയ ചെറിയ മുടികളുള്ളതുകൊണ്ട് ആ ട്വിസ്റ്റ് ചെയ്തത് ഇങ്ങനെ പോകും, എന്നാലും നമുക്കതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവളുടെ അടുത്ത് പിടിക്കാൻ പറയട്ടെ. നമുക്ക് ഇവിടെ പിടിച്ചോട്ടാ, ഇവിടെ അല്ല, ഇവിടെ അതിനെ പിടിച്ചോ. എന്നിട്ട് ഈ സൈഡ് ഈ ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെയും ഒരു ഇൻവിസിബിൾ ബാൻഡ് ഇട്ട് കൊടുക്കാം.
ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു അപ്ഡോ ആട്ടോ. ഇത് എല്ലാവർക്കും ചെയ്യാം, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഫാൻസിയുടെ ഹെയർ ഇങ്ങനെ ലെയേർഡ് ആയതുകൊണ്ട് കുറച്ചിങ്ങനെ മെസ്സി ലുക്കിലാണ് ഇത് വരുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് യൂപിൻ കൊണ്ട് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാം. യൂപിൻസ് വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ടത് ഞാൻ. എന്നിട്ട് ഈ ഭാഗം വീണ്ടും നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസും ഇതുപോലെ തന്നെ യൂപിൻസ് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലൈക്ക് ട്വിസ്റ്റ് ചെയ്തല്ല, അതിനെ അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇവളുടെ ഹെയർ കുറച്ച് ലെയേർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മെസ്സി പോലെ വരുന്നത്. അപ്പോൾ എനിക്കത് ഒരുപാട് അങ്ങോട്ട് ഒതുക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിൻ കുത്തുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു അങ്ങനെ കിടക്കുന്നത്, അതുകൊണ്ട് ഞാനതങ്ങനെ വെച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലെയർഡ് ആയിട്ടുള്ള ഹെയർ ഉള്ളതെങ്കിൽ അത് നീറ്റായിട്ട് സെക്യൂർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. എനിക്കെന്തത് അങ്ങനെ വെക്കാൻ തോന്നാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എന്നിട്ട് ഈ ഭാഗത്ത് കുറച്ചിങ്ങനെ ഹെയർ വരുന്നുണ്ട്, അതും കൂടെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ സെക്യൂർ ചെയ്യാം. അപ്പോൾ ഇത് ഒരു കുറച്ച് മെസ്സിയാണ്, അപ്പം എന്നാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ എന്താ പറയുക ഈസി ആയിട്ടും പക്ഷെ നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇതാണ് നമ്മുടെ 10th ആൻഡ് ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ. സോ ഗൈസ്, നിങ്ങൾക്ക് 10 ഹെയർ സ്റ്റൈൽസും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇതിൽ എനിക്കും ഒരു ഫേവറേറ്റ് ഉണ്ട്, അതേതാണെന്ന് നിങ്ങൾ കമന്റിൽ പറയാമോ? ഞാനത് എന്താ പറയുക, നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് മെജോറിറ്റി നോക്കിയിട്ട് ഞാൻ തിരിച്ച് കമന്റ് ചെയ്യാം കേട്ടോ, കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് കൂടുതൽ താല്പര്യം അതും കൂടെ കമന്റ് ചെയ്യണേ. ഇനി എന്തെങ്കിലും ഹെയർ കെയർ വീഡിയോസോ സ്കിൻ കെയർ വീഡിയോസോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിലും കമന്റ് ചെയ്യാം. ഇപ്പം 2-3 ദിവസം ഞങ്ങൾ ലൈവ് പോയിട്ട്, എന്നാലും അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ എപ്പോഴും ലൈവ് വരുന്നുണ്ട്. വൈകിട്ട് 7:30 അല്ലെങ്കിൽ 8 o'clock അപ്പോൾ ആ സമയത്ത് നിങ്ങളും ഞങ്ങളുടെ ലൈവിൽ ജോയിൻ ചെയ്യുക. യൂഷ്വലി കുക്കിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് കാണാൻ താല്പര്യമുണ്ട്, സ്പെഷ്യലി ലൈവിൽ കുക്കിംഗ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തംസ് അപ്പ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.